Hello, Assalamu alaikum. Another topic: how to respond in a polite way or in a positive way, by creating our space in our family or society. അപ്പോൾ നമുക്കെങ്ങനെ ഒരു പോസിറ്റീവ് വേയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആൻഡ് പൊളൈറ്റ് വേയിലൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുക, തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക. എങ്ങനത്തെ റിയാക്ഷൻസ് നമുക്ക് കിട്ടിയാലും നമുക്ക് തിരിച്ചിങ്ങനെ അവരോട് നല്ല പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയണത്. നമുക്ക് ഇപ്പോൾ ഒരാൾ ഇത്രയൊക്കെ നമ്മളായിട്ട് ദേഷ്യപ്പെട്ടാലും തിരിച്ച് നമ്മൾ കാമായിട്ടിരിക്കാനും തിരിച്ച് പോസിറ്റീവായിട്ട് അയാളുടെ ഡീൽ ചെയ്യാനും നമ്മൾ പരമാവധി ശ്രമിക്കണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യം വിടുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയാണ് ഇൻക്രീസ് ആവുന്നത്. നമ്മുടെ നെഗറ്റീവ് എനർജി ഇൻക്രീസ് ആകുമ്പോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഹൈ അല്ല ആവുന്നത്, നമ്മുടെ എനർജി ലോ ആണ് ആവുന്നത്. ഒരു ഹൈ എനർജി പേഴ്സണിലേക്ക് എപ്പോഴും എന്ത് വരുള്ളൂ, എന്തിൻ്റെയും അബൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ. അതായത് അത് സ്നേഹമാവട്ടെ, മണിയാവട്ടെ, എന്തിൻ്റെയും ഫ്ലോ, അബൻഡൻസ്, എല്ലാത്തിൻ്റെയും ഒരു നിറവിടം എന്നൊക്കെ പറയണത് ഒരു ഹൈ എനർജി പേഴ്സണിൽ വരുള്ളൂ. ദേഷ്യപ്പെടുമ്പോൾ ഏതൊരു പേഴ്സണും ലോ എനർജി സ്റ്റേറ്റിലാണ്. ഒരു ഹൈ എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രൻറ്റ്, നല്ല ഹൈ വൈബ് എന്നൊക്കെ പറയില്ലേ, പോസിറ്റീവ് വൈബുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയാക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ ദേഷ്യപ്പെടുന്ന ആൾ അല്ലെങ്കിൽ ടോക്സിക്കായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അവരൊരിക്കലും ഹൈ എനർജി പീപ്പിളല്ല, അവരൊക്കെ ലോ എനർജി പീപ്പിളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹൈ എനർജി ആവുന്നത്. അപ്പോൾ ഈ ഹൈ എനർജി ആവാൻ നമ്മളെപ്പോഴും നോക്കണം. അത് ഫാമിലിയും ആണ് നമ്മുടെ റൂട്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ നിന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ സറൗണ്ടിങ്സിലും സൊസൈറ്റിയിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഹൈ എനർജിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചിൽഡ്രനോടാണെങ്കിലും പെട്ടെന്ന് അവരെന്തെങ്കിലും ചെറിയ കുഞ്ഞു കുറുമ്പുകൾ ഒപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യില്ലേ. നമ്മുടെ മക്കളോട് ആണെങ്കിൽ പോലും, നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ പാർട്ട്ണറാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻലോസിലാണെങ്കിലും, നമ്മുടെ സ്വന്തം ഫാമിലിയിലാണെങ്കിലും, നമ്മുടെ പാരൻസിനോടാണെങ്കിലും, നമ്മുടെ സിബ്ലിങ്സിനോടാണെങ്കിലും ഒക്കെ നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യും. ആ ഓവർ റിയാക്ഷൻ ഒരിക്കലും നല്ലതല്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ആ സെൽഫ് കൺട്രോളിങ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു മെറിറ്റായി പോവുക. അത് നമ്മുടെ എനർജി റേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എനർജി റേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എല്ലാത്തിൻ്റെയും ഒരു ഹൈ എനർജിയുടെ ഒരു മെയിൻ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എനർജി ഫ്ലോ കൊണ്ട് നമുക്ക് ഒരുപാട് അബൻഡൻസ് വരും. എന്തിൻ്റെ കെയറിൽ ലവിൻ്റെ അബൻഡൻസ് വരും. അതായത് റിലേഷൻസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. അതുപോലെ മണിയുടെ അബൻഡൻസ് വരും. അതുപോലെ കരിയർ, ഹെൽത്ത്, ഇതിൻ്റെയൊക്കെ അബൻഡൻസ് നമുക്ക് നന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഹൈ എനർജി പേഴ്സണായിട്ടിരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ദേഷ്യപ്പെടുന്നുണ്ട്, അപ്പോൾ ഇയാളെക്കാട്ടിയും ഒച്ചയിൽ നമുക്കൊന്നും കൂടി ദേഷ്യപ്പെടാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കണം. ആൻഡ് ദാറ്റ് ക്രെഡിറ്റ് വി ഷുഡ് ടേക്ക്. അവരെടുത്തില്ലെങ്കിലും അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് അവരുടെ തെറ്റുകൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു സാഹചര്യം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുകയും വേണം. അതല്ലാതെ അവർ ദേഷ്യപ്പെട്ടല്ലോ, അപ്പോൾ അവർ ലോ എനർജി ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സന്തോഷിക്കാനും പാടില്ല. കാരണം അവർക്കത് ഫോർഗീവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സും നമുക്ക് വേണം. കാരണം നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോഴാണ്, നമുക്ക് ഗ്രഡ്ജസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴുമാണ് നമ്മളൊരു ഹൈ എനർജി പേഴ്സണായി മാറുള്ളൂ. അതായത് ഫോർഗീവ്നെസ് ഒരു കീയാണ്. നമ്മളൊരു ഹൈ എനർജി ആക്കണ ആളാവാൻ സഹായിക്കുന്ന ഒരു മെയിൻ കീയാണ് ഫോർഗീവ്നെസ്. അയാൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. നമ്മൾ അയാളെ ഷൂസിൽ നിന്നും കൂടി ചിന്തിക്കണം. അയാൾ ദേഷ്യപ്പെടുന്നതിന് പിന്നിൽ ചിലപ്പോൾ വല്ല കാരണങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ലെറ്റ് ഹിം ബി, അല്ലെങ്കിൽ ലെറ്റ് ഹിം ഓർ ഹെർ ബി. എന്തുകൊണ്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത്? ഇത് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് അയാൾ എന്നോടായിരിക്കില്ല, വേറെ വല്ല കാരണം കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. പിന്നെ ഇപ്പം നമ്മുടെ പിള്ളേരാണ് നമ്മളോട് ചൂടാണെന്ന് വെച്ചാൽ മക്കൾ ചൂടായി കഴിഞ്ഞാലോ അതിനും കുട്ടികൾക്കും എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഈ അഡ്വൈസസ് അല്ലെങ്കിൽ കുട്ടികളൊന്നും ഇഷ്ടപ്പെടുന്നതല്ല അല്ലേ. ഈ അഡ്വൈസസ് നമ്മൾ റിപ്പീറ്റഡ്ലി കൊടുക്കുമ്പോഴാണ് കുട്ടികളും ദേഷ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അഡ്വൈസ് കൊടുക്കാതിരുന്ന് നോക്ക്, അവർ തന്നെ നമ്മളടുത്ത് വരും.
അപ്പോൾ അവരിപ്പോൾ എന്തെങ്കിലും ഡിജിറ്റൽ ഡിവൈസസോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്യാതിരിക്കുക. കുറച്ച് നേരം അവരെ ഇഗ്നോർ ചെയ്യുക. ആ ഇഗ്നോർ ചെയ്യുമ്പോൾ അവർ തന്നെ അതിൽ നിന്നൊക്കെ ഡൈവേർട്ടഡ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് കാണാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവർ നമ്മൾ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിന് പകരം അവർ നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിക്കണം. അങ്ങനെ നമ്മുടെ സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അവരെ നമ്മൾ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യണം എന്നല്ല, അവരെ നമ്മൾ നമ്മളൊരു അറ്റൻഷൻ അവരെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു അവരുടെ മേൽ വേണം. പക്ഷേ അവർ നമ്മളെ അടുത്തേക്ക് തന്നെ വരണം. ഒരുപാട് ഉപദേശിക്കാനോ അവരെ ഒരുപാട് ഇമ്പോസ് ചെയ്യും. ഒരു കാര്യം നമ്മളവരെ ഫോഴ്സ് ചെയ്യാനോ ഇമ്പോസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഏത് നേരവും പഠിക്കുമെന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കാണെങ്കിലും ഒരുപാട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ ഫ്രസ്ട്രേഷൻസ് ഒന്നും അവർക്ക് കൊടുക്കരുത്. അവർ പഠിക്കേണ്ട കുട്ടികളാണെങ്കിൽ അവർ പഠിച്ചിരിക്കും. പിന്നെ അഡ്വൈസസ് അവർ ഇഷ്ടപ്പെടുന്നില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളാണെങ്കിലും അവരെ അറ്റൻഷനും ലവൊക്കെ കൊടുക്കുക. അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം ഇമ്പോസിങ് ചെയ്യാതിരിക്കുക. പിന്നെ വേറെ പേഴ്സൺ ആണെങ്കിൽ, ഏത് നമ്മളെ റിലേഷൻ്റെ പാർട്ട്ണർ ആണെങ്കിലും, സിബ്ലിങ്സ് ആണെങ്കിലും, മദർ ആണെങ്കിലും, ഫാദർ ആണെങ്കിലും, ഇൻലോസിലെ ഏത് മെമ്പറാണെങ്കിലും നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. ഇനി അവരുടെ റിയാക്ഷൻ ശരിയല്ല എന്ന് കണ്ടാൽ നമ്മളോടല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഇനി അവർ സംസാരിക്കുന്നത് ടോക്സിക് കാര്യങ്ങളാണെങ്കിൽ അത് അവിടെ നിന്നൊക്കെ മാറിപ്പോവുക. ഇനി അവർ നമ്മളെക്കുറിച്ചാണ് ടോക്സിക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും ഇഗ്നോർ ചെയ്യുക. ഞാൻ ഫോർഗീവ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ടോപ്പിക് അത്രയേ ഉള്ളൂ. ഫോർഗീവ്നെസ് ഈസ് ദി കീ ടു സക്സസ്. എല്ലാ ദിവസവും എല്ലാവരോടും ഫോർഗീവ് ചെയ്ത് ഉറങ്ങുക. നമുക്ക് നല്ല സന്തോഷത്തോടുള്ളൊരു ഉറക്കം കിട്ടും. അപ്പോൾ ഫോർഗീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബേർഡൻ നമ്മൾ തന്നെ ഇറക്കി വെക്കുന്നത് പോലെയാണ്. ഫോർഗീവ് ചെയ്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. ഒരു സെൽഫ് ലവ് നമുക്ക് തന്നെ തോന്നും. നമ്മുടെ മക്കളും അതുപോലെ ഗ്രോ ചെയ്യും. നമ്മളെ ഫാമിലി ഗ്രോ ചെയ്യും. നമ്മളെ സ്പേസും നമ്മൾ ഗ്രോ ചെയ്യും. നമ്മളും അങ്ങനെ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു എൻവയൺമെൻറ്റിൽ നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please share and subscribe.